സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനായി പരാതിക്കാർ വിചാരണക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഈ വാദത്തെ എതിർത്ത എതിർകക്ഷികൾ തങ്ങളുടെ പിതാവ് പരാതിയിൽ പറയുന്ന സ്വത്തുക്കളെ സംബന്ധിച്ച് ഒരു വിൽപ്പത്രം എഴുതിയിട്ടുണ്ടെന്ന വാദമുന്നയിച്ചു. എന്നാൽ വിൽപ്പത്രം നടപ്പിലാക്കുന്നതിനെ എതിർത്തുകൊണ്ട് പരാതിക്കാർ ഒരു എതിർവാദം സമർപ്പിച്ചു. വിചാരണക്കോടതി ആ എതിർവാദത്തെ തള്ളിക്കളയുകയും അന്യായം ചെലവ് സഹിതം അനുവദിക്കുകയും ചെയ്തു. ഈ തീരുമാനത്തിൽ നിരാശരായ പരാതിക്കാർ ഒന്നാം അപ്പീൽ കോടതിയിൽ അപ്പീൽ കൊടുത്തു. അതും നിരാകരിക്കപ്പെട്ടു. അപ്പീൽ കോടതിയുടെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പരാതിക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കേരള ഹൈക്കോടതിയുടെ മുൻപാകെ വന്ന പ്രധാന ചോദ്യം മതിയായ വിശദീകരണമില്ലാത്ത വിൽപ്പത്രത്തിലെ സ്വത്തു വിതരണത്തിലുള്ള പ്രത്യക്ഷമായ അസമത്വം വിൽപ്പത്രം തയ്യാറാക്കപ്പെട്ടതിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുമോ എന്നുള്ളതായിരുന്നു. വിൽപ്പത്രം തയ്യാറാക്കുന്നതിനെ പ്രതിപാദിക്കുന്ന 1925 പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ 63 വകുപ്പ് കോടതി പരിശോധിച്ചു. വിൽപ്പത്രത്തിലൂടെയുള്ള പിന്തുടർച്ചാവകാശത്തിന്റെ പൊതുതത്വങ്ങളും വിൽപ്പത്രം തയ്യാറാക്കുന്നവർക്ക് തങ്ങൾക്കുചിതമായ രീതിയിൽ തങ്ങളുടെ സ്വത്ത് വിതരണം ചെയ്യുന്നതിനുള്ള അവകാശവും കോടതി പരിഗണനാ വിഷയമാക്കി. കോടതിയുടെ തീരുമാനപ്രകാരം ഒരു വിൽപ്പത്രത്തിലെ സ്വത്ത് വിതരണത്തിലെ യുക്തിയില്ലായ്മ ആ വിൽപ്പത്രത്തിന്റെ വിശ്വാസ്യതയെ സംശയിക്കുന്നതിന് അടിസ്ഥാനമാക്കാനാകില്ല. വിൽപ്പത്രം തയ്യാറാക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ സ്വാഭാവികമായ അനന്തരാവകാശത്തെ മാറ്റിമറിക്കുക എന്നതാണ്. ഒരാൾ തന്റെ വിൽപ്പത്രത്തിൽ കുറച്ചു അനന്തരാവകാശികൾക്ക് കുറച്ചു സ്വത്ത് കൊടുക്കാതിരിക്കുകയോ കുറച്ചുപേർക്ക് കൂടുതൽ സ്വത്ത് നൽകുകയോ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. പ്രസ്തുത കേസിൽ കോടതി നിരീക്ഷിച്ച പ്രകാരം വിൽപ്പത്രത്തിൽ ഏറ്റവും കൂടുതലുള്ള 7 സെന്റ് സ്ഥലം നൽകപ്പെട്ടത് പരാതിക്കാർക്കായിരുന്നു. ഏറ്റവും കുറച്ചുള്ള 4 സെന്റ് സ്ഥലം പരാതിക്കാരുൾപ്പെടുന്ന എല്ലാ ആൺമക്കൾക്കുമാണ് നൽകപ്പെട്ടത്. ഈ സ്വത്ത് വിതരണം അസ്വാഭാവികമായി തോന്നാമെങ്കിലും കോടതി ഉറപ്പിച്ചു പറഞ്ഞത് അത്തരം അസമത്വം ഒരിക്കലും വിൽപ്പത്രത്തെ സംശയിക്കുന്നതിന് അടിസ്ഥാനമാക്കാനാവില്ല എന്നാണ്. ചുരുക്കിപ്പറഞ്ഞാൽ ഒരു വിൽപ്പത്രത്തിലെ സ്വത്ത് വിതരണത്തിലുള്ള പ്രത്യക്ഷമായ അസമത്വം മതിയായ വിശദീകരണമില്ലാത്തതാണെങ്കിലും വിൽപ്പത്രത്തിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതിനു തക്ക കാരണമാകില്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.